പോത്താനിക്കാട് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയതായി ആരംഭിച്ച ഹയർ സെക്കൻഡറി കോഴ്സുകളുടെയും പുതിയതായി ആരംഭിച്ച സ്കൂൾ കെട്ടിടത്തിൻ്റെയും ഉദ്ഘാടനം ജൂൺ 27-ാം തീയതി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കുമെന്ന് സ്കൂൾ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ രാഷ്ട്രീയ, സാമൂഹ്യ, മത നേതൃത്വത്തിലുള്ളവർ പരിപാടിയുടെ ഭാഗമായി പങ്കെടുക്കും. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ പഞ്ചായത്തായ പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ മുഖ്യസ്ഥാനം വഹിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമായി ഇനി മുതൽ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാറും. സ്കൂളിൽ പുതിയതായി ആരംഭിച്ച ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിട സമുച്ചയത്തിന്റെയും ഹയർ സെക്കൻഡറി ബാച്ചിന്റെയും ഉദ്ഘാടനം ജൂൺ 27-ാം തീയതി നടക്കും. സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയാണ് സെക്കൻഡറി ബാച്ചിന്റെയും സ്കൂൾ കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുന്നത്. പോത്താനിക്കാട് ഉമ്മിണിക്കുന്ന് സെന്റ് മേരീസ് ഓർത്തഡോക്സ് മഹാ ഇടവകയുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്കൂൾ. 1941 പ്രവർത്തനം ആരംഭിച്ച സ്കൂൾ 85 വർഷമായി മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെച്ചു വരുന്നത്. കഴിഞ്ഞ 11 വർഷമായി തുടർച്ചയായി SSLC പരീക്ഷയിൽ 100% വിജയം കരസ്ഥമാക്കി മുന്നേറുന്ന സ്ഥാപനമാണ് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ. സയൻസ്, കൊമേഴ്സ് ബാച്ചുകളാണ് പുതിയതായി സ്കൂളിൽ അനുവദിച്ചിരിക്കുന്നത്. 20,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള കെട്ടിടമാണ് സ്കൂളിൽ ഹയർ സെക്കൻഡറിക്കായി നിർമ്മിച്ചിരിക്കുന്നത്. ലൈബ്രറി, ലാബ് സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇതിനോടകം നിർമ്മിച്ചിട്ടുണ്ട്. പുതിയ ബാച്ചുകളിൽ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് സഹായകരമാകുന്ന എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 26 മാർച്ചില് സുപ്രീം കോടതി ഗവൺമെന്റിന്റെ അപ്പീൽ റിജക്റ്റ് ചെയ്ത് ആ സ്കൂൾ അനുവദിക്കാൻ ഉത്തരവാവുകയും തുടർന്ന് നമ്മുടെ അപേക്ഷ പ്രകാരം ഗവൺമെൻറ്റിൽ നിന്ന് ഒരു അണ്ടർ സെക്രട്ടറി ഇവിടെ വന്ന് പരിശോധന നടത്തുകയും അത് ഈ 5 മുറികൾ മാത്രം പോരാ 7 മുറികൾ കൂടി പണം തീർത്തിച്ച് അപേക്ഷിക്കാൻ പറഞ്ഞ് എനിക്കൊരു ഗവൺമെൻറ് നിർദ്ദേശം തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഈ ബാക്കി കെട്ടിടങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ ഇരിക്കുന്ന ബ്ലോക്ക് പൂർത്തീകരിച്ച് ഇട്ടിരിക്കുന്നത്. ആ പൂർത്തീകരിച്ചതിന് ശേഷം ഞങ്ങൾ ഗവൺമെൻറ്റിലേക്ക് അപ്ലൈ ചെയ്തു. അതിൻ്റെ അവിടെ നിന്ന് ഇൻസ്പെക്ഷന് കാര്യങ്ങളെല്ലാം നടത്തി ഇപ്പോഴിത് നമുക്ക് അനുവാദം കിട്ടിയിരിക്കുകയാണ്. ഇത് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ചരിത്രം എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ പോത്താനിക്കാട് ഈ ചെറിയ ഗ്രാമത്തിൻ്റെ ചരിത്രത്തോടു കൂടി ചേർത്ത് വായിക്കാവുന്നൊരു പേരാണ് ഉമ്മിണിക്കുന്ന് പള്ളിയും സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളും ഒക്കെ. പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ പഞ്ചായത്താണ്. എനിക്ക് തോന്നുന്നു അതിൻ്റെ അടിസ്ഥാനം ഒരുപക്ഷെ ഈ പഴയ സ്കൂൾ എന്നറിയപ്പെട്ട ഈ സ്കൂളിൻ്റെ മുറ്റത്ത് നിന്ന് തന്നെയായിരിക്കണം. പോത്താനിക്കാടിന് സ്വന്തമായി ഒരു സ്കൂൾ ആദ്യമായി ആരംഭിച്ചത് സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പ് ഈ സ്കൂളാണ് അതിന് തുടക്കമിട്ടത്. ഈ പള്ളിയുമാണ് അതിന് തുടക്കമിട്ടത്. അതിൻ്റെ ആദ്യത്തെ പതിപ്പാണ് നമ്മളിന്ന് കാണുന്ന ഗവൺമെൻറ് LP സ്കൂളായി നമ്മൾ പട്ടണത്തിൽ തന്നെ കാണുന്ന സ്കൂൾ. അതിനുശേഷമാണ് 43 ഈ സ്കൂൾ ഇവിടെ ആരംഭിക്കുന്നത്. പിന്നീട് ഹൈസ്കൂളായി ഉയർത്തപ്പെട്ട് പിന്നീട് ഹയർ സെക്കൻഡറി സ്കൂളായി ഇന്ന് മാറിയിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇത് പോത്താനിക്കാടിൻ്റെ കൂടി ഒരു സ്കൂളാണ്. പള്ളിയുടെ മാത്രമല്ല, സമൂഹത്തിൻ്റെ ഈ നാടിൻ്റെ സ്കൂൾ കൂടിയാണ്. അതുകൊണ്ടത് നാടിന് ഇനിയും പ്രയോജനകരമായ ഒന്നാക്കി മാറ്റേണ്ടത് കൂടി നമ്മുടെ ആവശ്യമാണ്. NSS, NCC എന്നിവയുടെ പുതിയ ബാച്ചുകൾക്കും സ്കൂളിൽ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ജൂൺ 27-ാം തീയതി വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ മാത്യു കുഴൽനാടൻ MLA അധ്യക്ഷത വഹിക്കും. സ്കൂളിലെ മുൻ മാനേജറായ നെടുഞ്ചാലിൽ NM വർഗീസ് സ്മാരക സ്കോളർഷിപ്പ് പ്രഖ്യാപനം ഡീൻ കുര്യാക്കോസ് MP നിർവഹിക്കും. ഹയർ സെക്കൻഡറി സയൻസ് ലാബുകളുടെ ഉദ്ഘാടനം കോതമംഗലം MLA ഷിബു തെക്കുംപുറവും ഹയർ സെക്കൻഡറി കമ്പ്യൂട്ടർ ലാബുകളുടെ ഉദ്ഘാടനം വ്യവസായ നിയമവകുപ്പ് മന്ത്രി P രാജീവും നിർവഹിക്കും. പുതുപ്പള്ളി MLA അഡ്വക്കേറ്റ് ചാണ്ടിയുമ്മൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ അങ്കമാലി ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്ദ്യ യോഹന്നാൻമാർ പോളികാർപ്പസ്, മുൻ MLA-മാരായ ജോസഫ് വാഴയ്ക്കൻ, എൽദോ എബ്രഹാം, ആന്റണി ജോൺ, ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. അതിനൂതനമായ അന്തരീക്ഷവും പ്രഗത്ഭരായ അധ്യാപകരുടെ മേൽനോട്ടത്തിലുള്ള ക്ലാസുകളുമായിരിക്കും വരും നാളുകളിൽ വിദ്യാർത്ഥികൾക്ക് ഈ വിദ്യാലയത്തിൽ നിന്ന് ലഭിക്കുകയെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ലിഫ്റ്റ് സംവിധാനം ഉൾപ്പെടെയുള്ള എല്ലാവിധ സംവിധാനങ്ങളും സ്കൂളിൽ ഇതിനോടകം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. കലാകായിക മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് അവരവരുടെ കഴിവിനനുസരിച്ചുള്ള ഉന്നമനത്തിനായി സ്കൂളിന്റെ എല്ലാവിധ സപ്പോർട്ടും ഇതോടൊപ്പം ഉണ്ടാകുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ ജെയിംസ് വർഗീസ് നെടുഞ്ചാലിൽ, ഉമ്മിണി സെന്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവക വികാരി ഫാദർ എൽദോ കുര്യാക്കോസ്, പള്ളി ട്രസ്റ്റി PV ഐസക്, പ്രോഗ്രാം കൺവീനർ ബിജൂസ് കറിയ, PTA പ്രസിഡന്റ് ഷിബു വർഗീസ്,
റോയ് മുണ്ടക്കോടിയിൽ എന്നിവർ പങ്കെടുത്തു. സുധി അപ്ഹോൾസ്റ്ററി വർക്ക്സ് മൂവാറ്റുപുഴ 50 വർഷത്തെ സേവന പാരമ്പര്യം. മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നം സിഗ്നലിനു സമീപം പ്രവർത്തിക്കുന്ന സുധി അപ്ഹോൾസ്റ്ററി വർക്ക്സ് നൽകുന്നത് മികവുള്ള സേവനം. നിങ്ങളുടെ ഏതു വാഹനത്തിന്റെയും അപ്ഹോൾസ്റ്ററി വർക്കുകൾ മികച്ച സേവനത്തോടെയും ഉത്തരവാദിത്തത്തോടെയും ചെയ്തു തരുന്ന സ്ഥാപനം. ജീപ്പുകളുടെ അപ്ഹോൾസ്റ്ററി വർക്കുകൾക്കായി പ്രത്യേക വിഭാഗം. കൂടുതൽ വിവരങ്ങൾക്ക് 9447 319961 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.